ഹലോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലേ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വളരെ ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ട് നമ്മൾ ആ ദിവസം തുടങ്ങുന്നത് വളരെ നല്ലതാണ് അല്ലേ. വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് യെല്ലോ കളർ ചെത്തിയായിരുന്നു. ഇത് ചെത്തിയല്ല, പക്ഷേ ചെത്തി പോലെ തന്നെ ഇരിക്കും. പൂവിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് വൈറ്റ് കളർ, അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇതിങ്ങനെ ഒരു മെജന്ത ഷെയ്ഡ് പോലെ. അതും ചെത്തിയല്ല, ഇതും ചെത്തിയല്ല, ചെത്തി പോലെ ഒരു പൂ. അതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ പറയാം. ഇത് പേരില്ലാത്ത നമ്മൾ റോസ് കളർ പൂ, മഞ്ഞ കളർ പൂ അങ്ങനെയൊക്കെ പറയും. ഇത് റോസാണ്. ഈ റോസിനകത്ത് 3 കളർ റോസ് ഉണ്ടാവും. ഒരു ലൈറ്റ് റെഡ്, പിന്നെ ഒരു ഡാർക്ക് റെഡ്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്. ഇതെല്ലാം ഒരു ബഡഡ് ആണ്. പിന്നെ അതിൽ പുറകിൽ നിൽക്കുന്ന ഒരു പേരാണ്. ചെറുതാണ്, പക്ഷേ അത് നിറച്ചും കായുണ്ടാവും. ഇപ്പം നമ്മൾ 2 ദിവസം മുന്നേ പറിച്ചതുകൊണ്ട് ബാക്കി ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഒരിടയ്ക്ക് ഭയങ്കര പ്രശസ്തി നേടിയ അരളിപ്പൂവാണ്. അതിൽ വിഷാംശമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗേൾ മരിച്ചു പോയതൊക്കെ ഓർക്കുന്നില്ലേ, അങ്ങനെ പറയപ്പെടുന്നു. അറിയില്ല, നമ്മുടെ വീട്ടിൽ ഇതുണ്ട്. നമ്മളത് അറിയാതെ വായിൽ അങ്ങനെ വെക്കാനൊന്നും പോകുന്നില്ല. പിന്നെ പുറകെ നിൽക്കുന്ന വഴുതനങ്ങ നമ്മൾ നേരത്തെ വെജിറ്റബിൾ കാണിച്ച സമയത്ത് കാണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ വഴുതനങ്ങളും നിറച്ചും കായുണ്ട്. ഇത് പിന്നെ മുല്ല. ഇപ്പോൾ മുല്ല പൂക്കുന്ന സമയം എനിക്കറിയത്തില്ല. ഇവിടെ കുറേ മുല്ലേൻ്റെ പ്ലാന്റ് ഉണ്ട്. അതിലെല്ലാം നിറച്ചും മുട്ടുണ്ട്, പൂവാവും. പിന്നെ നമ്മൾ പറിക്കുന്ന അനുസരിച്ച് അതിങ്ങനെ പൂവായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ചെത്തി പോലത്തെ പൂവിൻ്റെ റെഡാണത്. അതിൻ്റെ 4 കളറുണ്ട് ഇവിടെ. ഇത് പിന്നെ അരളിയാണ്. അരളി കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പൂജയ്ക്ക് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ പൂജയ്ക്ക് എടുക്കുന്ന ഒരു പുഷ്പമായിരുന്നു അരളി. പിന്നെ ആ വിഷാംശം ഒക്കെ വന്നേ പിന്നെ ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ ഇതും ചെത്തിയാണ്. പിന്നെ ഇതൊരു റോസ് ഉണ്ട് കേട്ടോ. അതൊരു നല്ലൊരു റോസ് കളർ. ഒത്തിരി ഇങ്ങനെ തിക്കായിട്ടുള്ള റോസ് അല്ല, ഇതുകൾ ഇങ്ങനെ ഇത് പിങ്ക്, മറ്റേ ചെത്തിപ്പൂവിൻ്റെ ലൈറ്റ് പിങ്ക് കളർ. അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. വൈറ്റ്, പിങ്ക്, ഡാർക്ക് പിങ്ക്, യെല്ലോ, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. പിന്നെ അരളി നിറച്ചു. അല്ലാതെ പൂജയ്ക്ക് എടുക്കുന്ന സമയത്ത് വെച്ചിരുന്നത്. ഇത് എന്ത് പ്ലാന്റാണെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഒരു ഫ്ലവേഴ്സ് ഇല്ല അതിൽ. പിന്നെ എന്തോ പ്ലാന്റ്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കും. ഈ പ്ലാന്റിൻ്റെ പേരും എനിക്കറിയില്ല. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും അറിയില്ല. ഇതിങ്ങനെ ഇച്ചിരി പോലും മണ്ണ് കളയേണ്ട സൈഡിലല്ല ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇതും റോസാണ്. അതിൽ നിന്ന് ഇറുത്തെടുത്തു. നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള റോസ് അതിലുണ്ടാവും. പിന്നെ ഇതെന്ത് പോകാൻ എനിക്കറിയത്തില്ല. ഇതിനും പേരറിയില്ല. പക്ഷേ നിറച്ചും മുല്ല പോലെ ഇരിക്കും. നിറച്ചും വെള്ള പൂക്കൾ അതിനകത്ത്. അതെല്ലാം കൊഴിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. നിറച്ചും പൂവാ. ഇല കാണുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലവറാണ് അതിൽ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർ. പിന്നെ ഇത് ബൊക്കയിലൊക്കെ വെക്കും. അതിൻ്റെ പേരറിയത്തില്ല. നിങ്ങൾക്ക് പേരറിയാവുന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾക്ക് ഫ്ലവർ വെക്കാനേ അറിയത്തുള്ളൂ. അതിൻ്റെ പേരറിയില്ല. ഇത് വേറൊരു റോസ് കളർ തന്നെ. റോസ് പിന്നെ ക്യാമറയിൽ കാണുന്ന ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതും കുഞ്ഞു റോസ്. അതായത് ഇങ്ങനെ ഒരു റോസിനോട് ചേർന്ന് കുഞ്ഞു ഇങ്ങനെ അതിങ്ങനെ ഒരു 8 റോസ്, എന്തോ ഒരു തന്നെ റോസ്, പേരറിയത്തില്ല. പിന്നെ ഇതും കുറേ ഫ്ലവേഴ്സാണ്. എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവസാനം കാണിച്ചാൽ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകമായിട്ടൊരു അതിഥി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓർക്കിഡാണ്, അറിയാലോ. ഓർക്കിഡല്ലേ ഇത് ആണ്. പിന്നെ ഈ പൂവിൻ്റെ പേരും എനിക്കറിയില്ല. പക്ഷേ എല്ലാവരുടെയും മുറ്റത്ത് ഈ പൂ ഉണ്ടാവും. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഭയങ്കര വാസനയാണ്. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇത് അവക്കാഡോ ആണ്. ഇത് കഴിഞ്ഞ തവണ പൂത്തിട്ട് 1-2 കായ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്തവണ നിറച്ചും കായാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ അതായത് മരത്തിൻ്റെ ശിഖരം ചെറുതായിട്ട് ഇങ്ങനെ എന്തോ ഒരു ചീഞ്ഞതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കായകൾ ഒരു പ്രത്യേകമായ രീതിയിലാണ് കായകളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നിറച്ചുണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് കിട്ടുമല്ലോ. ഒത്തിരിയും കൊഴിഞ്ഞും പോകുന്നുണ്ട്. പിന്നെ ഇതെല്ലാവരുടെയും വീട്ടിലുണ്ട് ഒരു വയലറ്റ് കളർ ഫ്ലവർ. ഇത് പിന്നെ അറിയാലോ, നമ്മൾ ഓണത്തിനിടുന്ന പൂക്കളിടുമ്പോൾ അതിലിടുന്ന ഫ്ലവറാണല്ലേ. ഇതിൻ്റെ യെല്ലോ മാത്രമേ ഉള്ളൂ. ഇവിടെ 3-4 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇതും നമ്മൾ ഓണത്തിനിടുന്ന പൂവാണ്. അതിൻ്റെ പേരറിയില്ല. വെള്ളപ്പൂ, മഞ്ഞപ്പൂ, അങ്ങനെയൊക്കെയല്ലേ ഓണത്തിന് പൂ മേടിക്കാൻ പോകുമ്പോൾ പറയാം. ജമന്തി എന്നാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട പൂവിൻ്റെ പേര്. ഇത് ഞാൻ അന്നേരം പറഞ്ഞ എല്ലാവരുടെയും വീട്ടിലുള്ള വൈറ്റ് കളർ നല്ല മണമുള്ള എന്തോ ഒരു പൂ. റോസ് പോലെ ഇരിക്കും, പക്ഷേ റോസല്ല. പിന്നെ കുറേ പ്ലാന്റ്സ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നല്ല ഗാർഡൻ ഉണ്ടോ? ഗാർഡനിങ് ചെയ്യുന്ന ആളുകളാണോ? പിന്നെ ഇതിൻ്റെ ഒന്നും ഉപജ്ഞാതാവ് ഞാനല്ല, ഇവിടുത്തെ അമ്മയാണ് ഇതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഇത് ശരിക്കും യെല്ലോ അല്ല കേട്ടോ. ഇത്